അപ്പോൾ ഇന്ന് നമുക്കൊരു ചായ കുടിച്ചാലോ? എല്ലാവരും മടുത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ, നമുക്കൊരു ചായ കുടിക്കാൻ. ഞാനിപ്പോൾ പാലെടുത്തിട്ടുണ്ട്. ഈ പാല് വെച്ചിനകത്ത് തിളക്കട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 ഏലക്ക ഉണ്ടോ, 4 ഏലക്ക പൊടിച്ച് വെച്ചിട്ടുണ്ട്. 4 ഏലക്ക പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുണ്ടോ, ഇവിടെ ഞാൻ ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ചതച്ചതേ ഉള്ളൂ കേട്ടോ, ഉണ്ടോ, ചെറുതായിട്ടൊന്ന് ചതച്ച് വെച്ചിട്ടേ ഉള്ളൂ. പിന്നെ നമ്മുടെ മെയിൻ ഇതാണ് ലിപ്റ്റൻ്റെ ചായപ്പൊടി ഉണ്ട്. അതുമാണ് നമ്മളുടെ ഇന്നത്തെ ചായ ഉണ്ടാക്കുന്നത്. ജിഞ്ചർ ചായ ഉണ്ടാകും, ജിഞ്ചർ ചായ. ഇതാണ് ഇപ്പോൾ പാല് വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ പാല് അടുപ്പത്ത് വെച്ച് ഇങ്ങനെ തിളക്കട്ടെ, ഒന്ന് തിളച്ചോട്ടെ. ചായക്ക് ജിഞ്ചർ തിളയ്ക്കുമ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് തിളക്കണം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ഇളക്കി കൊടുത്തിട്ട് ഒടിക്കട്ടെ. ഒരു മീഡിയം രീതിയിൽ തീ വെച്ചാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതുണ്ട്, നമ്മുടെ ഏലക്ക പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. 4 ഏലക്ക പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഞാനതങ്ങ് ഇടുക. ഇതൊക്കെ അതൊക്കെ ഇളക്കി കൊടുക്കുവാണല്ലേ, മിക്സായിക്കോളും. മിക്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ ചായ തിളച്ച് വരുന്നുണ്ട്, ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പം ഒരല്പം തീ അങ്ങോട്ട് കുറച്ച് വെക്കുക. ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടേ നമുക്ക് ഇച്ചിരി തേയിലപ്പൊടി അങ്ങോട്ട് പോകാം. ഒരു സ്പൂൺ മതിയാവും. തിളച്ച് വരുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു ചായക്കുള്ള എടുക്കുന്നുള്ളൂ. ഇങ്ങനെ ഒരു ചായ ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞാൽ നല്ല ഫ്രഷ്നെസ്സാണ്, എല്ലാ ക്ഷീണമൊക്കെ ഒന്ന് മാറി കിട്ടും. കേട്ടോ, ഈ ചായ ഒരു തിളയ്ക്കുന്നതാണ്. അതുപോലെ ഇങ്ങനെ തിളയ്ക്കണം, നന്നായിട്ട് തിളച്ച് വരണം. ഇനി ഏകദേശം ഒരു 3-4 മിനിറ്റ് ഇരുന്ന് തിളയ്ക്കണം. ഇങ്ങനെ അങ്ങനെ നമ്മുടെ ജിഞ്ചർ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഒരു ചായ കുടിക്കാമെന്ന് വെച്ചപ്പോൾ അങ്ങനെ തോന്നിയപ്പോൾ ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവനെ ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് തിളയ്ക്കട്ടെ. തിളച്ച് നന്നായിട്ട് തിളയ്ക്കണം. അപ്പോൾ നമ്മുടെ ചായ ഏകദേശം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ ഇടണം. അതിലൊരു 2.5 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഷുഗർ കാരണം ജിഞ്ചർ ചായക്ക് ഇച്ചിരി മധുരം വേണം. അപ്പോൾ നമ്മുടെ ജിഞ്ചർ ചായക്ക് ഇത്തിരി മധുരം വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി കൂടുതലിട്ടത്.
നമ്മുടെ ചായ അങ്ങോട്ട് തിളച്ച് പൊങ്ങി വരുന്നുണ്ട്. ഇപ്പോൾ തിളക്കട്ടെ, അങ്ങോട്ട് നന്നായിട്ട് തിളക്കണം. ഇതിനായി ഇഞ്ചിയുടെയും ഏലക്കായുടെയൊക്കെ സത്ത് അങ്ങോട്ട് ഇറങ്ങണം, എന്നാലേ അതിൻ്റെ ജിഞ്ചർ ചായയുടെ ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ നമ്മുടെ ജിഞ്ചർ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് ഏതായാലും ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്ന സമയത്തൊന്നും ഒരു ചായ ഇതുപോലെ ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു സുഖമാണ്, നല്ലൊരു ഉന്മേഷം കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ചായ ഇപ്പോൾ ഞാനൊന്ന് ഓഫാക്കിയിട്ട് ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ജിഞ്ചർ ചായ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ചായ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളി ചായയാണ്.